ചിക്കൻ സോ ഫാർമിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിത് കൊക്കോയാണ്, അതിൻ്റെ ബ്രൂണിങ്ങാണ് നമ്മളിത് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ ഇടക്കമ്പുകളൊക്കെ വെട്ടി നമ്മുടെ ഇത് ഹൈബ്രിഡ് കൊക്കോയാണ്, GT40 വെറൈറ്റിയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. ഹൈബ്രിഡ് ഉണ്ടാക്കിയെടുത്താണ്. ഇത് നിറയെ കൊക്കോക്കായാണ്. അതായത് നമ്മൾ മണ്ടയിലേക്ക് പോകുന്ന ശിഖരങ്ങളെല്ലാം കട്ട് ചെയ്ത് ലെവലെ തടിയിൽ വെട്ടം കിട്ടുന്ന രീതിയിൽ ആക്കി നിർത്തിയിരിക്കുകയാണ്. കണ്ടില്ലേ, ഫുള്ളിൽ തടിയിൽ വെട്ടം കിട്ടും. അതുകൊണ്ട് ഫുള്ള് നിറയെ നമുക്ക് കൊക്കോ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞു കുഞ്ഞു കൊക്കോ കായ്കൾ പിടിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ നമ്മൾ ചെറിയ വരുന്ന കുഞ്ഞു ശിഖരങ്ങളൊക്കെ നല്ലപോലെ വെട്ടി ഇട്ടെങ്കിൽ മാത്രമേ ഇത് നല്ലപോലെ കായ്ഫലം ലഭിക്കുകയുള്ളൂ. അതിനുവേണ്ടി നല്ലപോലെ സൂര്യപ്രകാശം കിട്ടണം. ഇതിൻ്റെ തടിയിൽ, ഇത് തടിയിലാണ് ഏറ്റവും കൂടുതൽ കൊക്കോക്ക ഉണ്ടാകുന്നത്. ചെറിയ ശിഖരങ്ങളെല്ലാം നമ്മൾ ഫുള്ളിലേക്ക് കട്ട് ചെയ്ത് നീക്കിക്കളയുക. നമുക്ക് ചാണകം ഒഴിച്ചുള്ള ഒരു സ്ലറി കുന്ന ചവറോടെ വെട്ടിയിട്ട് കൊടുത്താൽ മതി, വേറെ ഒന്നും വേണ്ട. ഇത് തഴച്ചങ്ങ് വളരും. ഇതുകൊണ്ടില്ല, ചൂട്ടി വരെ നമുക്ക് കയ്യെത്താവുന്ന രീതിയിൽ പറിക്കാനെത്താവുന്ന രീതിയിലാണ് കൊക്കോ നമുക്ക് എടുക്കുന്നത്. നമ്മൾ ഒരു 15 അടി കൂടുതലൊന്നും കൊക്കോ പൊക്കി വിടുന്നില്ല. ഒരു 10 അടി അതിലേക്ക് മാണ്ടം മുറിച്ച് ലെവലാക്കി വിടും. എങ്കിൽ മാത്രമേ നമുക്ക് ബ്രൂണിങ് ഒക്കെ വളരെ എളുപ്പമാവുകയും ഒരു തോട്ടി പോലും വേണ്ട നമുക്ക് കൊക്കോക്ക പറിക്കാനൊക്കെ. അത്രയ്ക്ക് ഈസിയാണ്. ഇത് GT40 എന്ന് പറഞ്ഞ ലൈറ്റുമാണ്. ഇതിൻ്റെ തൊണ്ടിന് വളരെയധികം കട്ടി കുറവാണ്. ഏകദേശം ഒരു നല്ല ഈ ഇതിൻ്റെ അകത്ത് പരിപ്പിന് നല്ല കായ്ഫലമാണ്, അതായത് നല്ല വലിപ്പമാണ്. മറ്റ് നാടനെക്കാളും ഇത് ഫുള്ള് GT40 ആണ്. അതായത് ഇതിൻ്റെ ഈ ചെറിയ നമ്മൾ ഇടക്കുമ്പോഴെല്ലാം കണ്ടോ വെട്ടി വിട്ടേക്കുന്നത്. നല്ലപോലെ വെട്ടം കിട്ടണം. ഇതിൽ നിന്ന് നമ്മൾ കൊക്കോ പറിച്ചതാണ്. ഈ ഒരു സീസണിൽ നമ്മൾ പറിച്ചെത്തിക്കുന്നത്. ഇതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ഇതുണ്ടോ നമ്മുടെ കയ്യെത്തും ദൂരത്താണ് കൊക്കോക്ക എല്ലാം നിൽക്കുന്നത്. ഡെയിലി ആഴ്ചയിൽ ഒരു പരിചരണം മാത്രം മതി. നമുക്ക് ചെറിയ കിളിപ്പുകളും ഇതുപോലുള്ള ചെറിയ ശാഖകളൊക്കെ വെട്ടി കളയുക. അതിനുശേഷം നമ്മൾ പൂ പോകാതെ വേണം ഇതൊക്കെ ചെയ്യാൻ. ഇതിൽ കയറിയൊന്നും ചെയ്യാതെ നമുക്ക് തലപ്പൊക്കത്തിനാണ് നിർത്തിയിരിക്കുന്നത്. അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ കൊക്കോ പടർത്തി വിട്ടിരിക്കുകയാണ്. ഏകദേശമൊക്കെ നമ്മൾ ഒരു 7 അടി അകലത്തിലേ വെച്ചിട്ടുള്ളൂ. ഈ ചുവട്ടിലും വരുന്ന കിളിപ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിരിക്കണം. അല്ലെ ചുവട്ടിലൊക്കെ നമുക്ക് കാപിടുത്തം വളരെയധികം കുറയാനൊക്കെ സാധിക്കും. പിന്നെ ഇത് വേനൽക്കാലത്ത് നമുക്ക് ഒരു പരിധിക്കുള്ളിൽ ഒരു 10 അടി പൊക്കമായ വേനൽക്കാലത്ത് വെള്ളത്തിൻ്റെ ആവശ്യം പോലുമില്ല. അത്യാവശ്യം സ്ലറിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. വേറെ പരിചരണമൊന്നും ആവശ്യമില്ല. പിന്നെ ഉറുമ്പുശല്യം ഉണ്ടെങ്കിൽ അത്യാവശ്യം ഉറുമ്പിന് വേണ്ട പൊടിയോ വല്ലതും ഇട്ട് കൊടുത്താൽ മാത്രം മതി. വേറൊന്നും ഇതിന് ബാധകമല്ല. പിന്നെ കേടൊന്നും അധികം സംഭവിക്കത്തില്ല. ഡയറക്റ്റ് വെയിലുള്ളിടത്ത് തൈയൊന്നും വെക്കാതിരിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക. അതായത് ഒരു തൈ വെക്കുന്ന സമയം അത്യാവശ്യം മഴയില്ലെങ്കിൽ ഫുള്ളൊന്ന് വെള്ളം കൊടുക്കുക. അതായത് ഡെയിലി വൈകിട്ടൊന്ന് വെള്ളം കൊടുക്കുക. മഴയുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. മഴ കൂടിയാലും ഇതിൻ്റെ തൈക്കൊന്നും സംഭവിക്കില്ല. പിന്നെ ഉറുമ്പുകൾ ധാരാളം കയറി വരാനൊക്കെ സാധിക്കും ഈ തൈകളിൽ. അത് നമ്മൾ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് വിട്ടാൽ മാത്രം മതി. ഇത് കണ്ടില്ലേ, നമ്മുടെ തലപ്പൊക്കത്തിലാണ് ഫുള്ളി ബ്രൂൺ